മര്യാദയ്ക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റും തന്നിരുന്ന എൻ്റെ മോളാണ്. സോ ഹേ ഗൈസ്, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1. ഈ ഗെയിം ഇറങ്ങിയിട്ട് ഓൾറെഡി ഒരു 3 years അടുപ്പിച്ചായി. ഞാൻ പക്ഷെ ഇപ്പോഴാണ് കളിക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് യു ഗൈസിന് സ്റ്റോറി അറിയായിരിക്കും. സ്റ്റിൽ ഞാൻ കുറെ കൂടെ എൻഗേജിങ് ആക്കാൻ നോക്കായത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗെയിം. ഈ ഗെയിമിൻ്റെയൊക്കെ ഗ്രാഫിക്സ്, ലൈക്ക് നോട്ടി ഡോഗ്സിൻ്റെ എല്ലാ ഗെയിംസിൻ്റെയും ഗ്രാഫിക്സ് നോക്കണം. എസ്പെഷ്യലി ഏതൊക്കെയായിരുന്നു അൺചാർട്ടഡിൻ്റെ ഒക്കെ ആ സീനറി ഇവന്മാർ പിടിക്കുന്ന ഇറ്റ്സ് ലൈക്ക് ഭയങ്കര വിഷയമാണ്. അവന്മാർ ആ സീനറിയുടെ ഗ്രാഫിക്സ് ഒക്കെ വെച്ചേക്കുന്നത് പച്ചപ്പ് കാണിക്കും. ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. ഇവരും ഞാൻ കളിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീനറി വൈസ് ഒക്കെ ഭയങ്കര നൈസുള്ള ഗെയിംസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അൺചാർട്ടഡും RDR. എസ്പെഷ്യലി RDR, പിന്നെ സുഷീമ. ഈ മൂന്നെണ്ണവും ടോപ്പാണ്. ഇവരാണ് കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ജോയൽ, സാറ. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ ഗിഫ്റ്റ് കൊടുത്തു ജോയലിന് എന്തോ. പറ്റിച്ച ചുമ്മാ വർക്ക് ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. കൊച്ചിറങ്ങി കേട്ടോ. ഞാൻ ഇതിന്റെ ഗെയിം പ്ലേ വാക്ക് ത്രൂ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ ഗെയിം കളിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുന്നത്. എനിക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യം അറിയത്തുമില്ല. ലൈക്ക് എനിക്ക് ഞാൻ മറ്റേ ഏതാ ഈ GTA 5 RDR, എസ്പെഷ്യലി RDR ഒക്കെ ഞാൻ ഈ ഇൻസ്റ്റ നോക്കുന്ന സമയത്ത് ഈ ആർദ്ര അവസാനത്തെ ആ സാധനമൊക്കെ ലൈക്ക് കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഗെയിം ഞാൻ കരഞ്ഞൊരു ഗെയിമായിരുന്നു RDR. ടോപ്പ് ഗെയിം എന്നൊക്കെ പറഞ്ഞ വിഷയ ഗെയിം. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ കരഞ്ഞൊരു ഗെയിമായിരുന്നു. അങ്ങേരുടെ ആ ആർദർ മോർഗൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഓറയൊക്കെ. അങ്കിൾ ടോമിയാണ് ആ ബാക്കിൽ എത്തിച്ച് ഇവരിലെ ഫ്രെയിമിലുള്ളത് തോന്നുന്നു. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് എന്തോ ചോദിച്ചു. ഓ, ഗെയിം സ്റ്റാർട്ട്. ഓ നൈസ്. എന്തായിരിക്കും നമുക്ക് എല്ലാം നോക്കിയപ്പോ. ഓ, അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നില്ലേ, അപ്പം ബർത്ത്ഡേ കാർഡാ. യു ആർ നോട്ട് എ ഫോസിൽ, ഹാപ്പി ബർത്ത്ഡേ. വേറെ എന്തുണ്ട് ഈ മുറിക്കകത്ത്? വേറെ എന്തെങ്കിലും ഉണ്ടാ നോക്കാം നമുക്ക്. ഈ മുറിക്കകത്ത് കട്ടില്, ബീൻ ബാഗ് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്കിനി തിരിച്ച് ജോയലിനെ കണ്ടുപിടിക്കാൻ പോകും. ജോയലാണ് സാരയുടെ അച്ഛൻ. നമുക്ക് നോക്കാം. ഓക്കെ, ലൈറ്റ് ഇടാൻ പറ്റുമോ? ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ഇരുട്ടത്തെ നമ്മളെ കളിക്കണം. ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ ബാത്റൂമില്. അഡ്മിറ്റൻസ് സ്പൈക്സ് അറ്റ് ഏരിയ ഹോസ്പിറ്റൽ. ഓ മൈ, ഇംഗ്ലീഷ് വെച്ചേക്കോളത്തിന്. ഓക്കെ എല്ലാം മനസ്സിലായി. നടക്കാം ഈ വഴി തന്നെ. ഈ മുറിക്കകത്ത് കാണാം. അപ്പൊ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് മിക്കവാറും. അപ്പൊ ഇവിടെ കാണണല്ലോ. അല്ല, ഇവിടെ ഇല്ലല്ലോ. വർക്കൗട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ കത്തുന്നു? എന്തായിരുന്നത്? അവിടെയല്ലേ കത്തിയത്? എന്തുവാ
നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റും. എന്തൊക്കെയോ കത്തുന്നു. ഗിറ്റാർ. ജോയൽ കാണുന്നില്ലല്ലോ. ഓ, പോലീസൊക്കെ പോകുന്ന ശബ്ദം കേൾക്കാം. താണ്ട് 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 അവിടെ 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 എന്തുണ്ട്, അവിടെ എന്തുണ്ട്. ഫോൺ അടിക്കുന്നേന്. അത് മിക്കവാറും അങ്കിൾ ടോമി തന്നെ ആയിരിക്കും. നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞേ, ഇറ്റ് മിസ് കോൾസ് അങ്കിൾ ടോമി, വേർ ദ ഹെൽ ആർ യു കോൾഡ്. ഓക്കെ, അപ്പം ഇത് തൽക്കാലം ഫോർ ദ ടൈം ബീൻ ജോയലിനെ കാണാനില്ല കേട്ടോ. നമ്മൾ ഉറക്കിയിട്ട് ജോയൽ എവിടെയോ പോയി. ഐ എം ഗോയിങ് ടു ബി ഹോം ലേറ്റ്. ഓക്കെ, സോ ജോലിക്ക് പോയെന്ന് പറഞ്ഞു, താമസിക്കുമെന്നും പറഞ്ഞു, പിന്നെ ആളെ കണ്ടിട്ടില്ല. എന്റെ നിഴലായിരുന്നു, പേടിച്ചു. ഇവിടെ നോക്കാം, എവിടെയെങ്കിലും ഒക്കെ കിട്ടണമല്ലോ. എനിക്കെന്താ വെച്ചാ എന്തൊക്കെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. ഓ, തോക്ക് തോക്ക്. ഞാൻ പോവും. ഇവിടെ എന്താ ഉള്ള വരുന്നു. ഇയാളുടെ പേരാണ് ജിമ്മി. ഞാൻ അതല്ലേ, ഞാൻ വിചാരിച്ച അച്ഛൻ കൊച്ചിന്റെ പേര് പെട്ടെന്ന് മറന്നു കഴിയുമ്പോ കൊച്ചിനെ കയറി ജിമ്മിന്ന് വിളിക്കുന്നു. ഈ സോംബി ആളുടെ പേരാണ് ജിമ്മി. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരോ ആണെന്ന് തോന്നുന്നു. വാ, നമുക്ക് പോടാം. അങ്കിൾ ടോമി വന്നു, അങ്കിൾ ടോമി വന്നു. എന്തോ സിറ്റിയിൽ നടന്നിട്ടുണ്ട്. നമുക്ക് പോവാം, നമുക്ക് ഇവിടെ സ്ഥലം കാലിയാക്കാം. എന്തോ സിറ്റിയിൽ എന്തോ പാരസൈറ്റ് എന്തോ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഹാഫ് ഓഫ് ദ പീപ്പിൾ അങ്ങനെ ആയിപ്പോയെന്നാ പറയുന്നത്. ഇപ്പം സിറ്റി ഫുള്ള് അലേർട്ട്, പോലീസും എല്ലാം ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ വന്നപ്പോ പോലീസിന്റെ സൗണ്ട് കേട്ട. ഓ, റേഡിയോ ഇല്ല കേട്ടോ. ഇല്ല, എന്തോ പറ്റി കാര്യം കേട്ടോ. ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇറങ്ങി നിക്കുവാ. അപ്പൊ അവരടുത്തെല്ലാം പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറയും കൊച്ചല്ലേ. കണ്ട വണ്ടിയൊക്കെ ഇടിച്ചു കൊടുത്ത് കിടക്കും. ഈ ഗെയിമിന്റെ ആണെങ്കിൽ തിരിയുമ്പോൾ അപ്പൊ ഒരു സീനറി അവർ കൊടുത്തേക്കുന്നുണ്ട്. പച്ചപ്പൊക്കെ ആണ്. ഓ, വീടൊക്കെ കത്തി. വാവ്. ഓ, ഇത് അയാളുടെ ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. സൺ ഓഫ് ബിച്ച് എന്നൊക്കെയാണ് അഡ്രസ് ചെയ്തത്. അപ്പം ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. കത്തിപ്പോയി വീട് എന്തായാലും. ഓ, ഹിച്ച് ഹൈക്കേഴ്സ് നിൽക്കുന്നു റോട്ടിലെ. നിർത്തണ്ട. കൊച്ചൊക്കെ ഉള്ള വേണ്ട വേണ്ട, പൊക്ക 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 പൊക്ക, ചവിട്ടി വിട്ടോ, ഒന്നും നോക്കണ്ട. ആംബുലൻസ് മൊത്തം ബ്ലോക്കായി. സെയിന്റ് ആന്റോണിയോ സൗത്ത് ഫുള്ള് ബ്ലോക്ക്. ഹെലികോപ്റ്റർ ഒക്കെ പറക്കുന്നുണ്ടോ കേട്ടോ. ഒന്ന് വണ്ടിയിട്. നോക്കാതെ വണ്ടിയിട്. എനിക്ക് എടുക്കാൻ പറ്റൂല. വണ്ടി ആരെങ്കിലും ഇട്. ഇപ്പഴാണ് ആ ബുദ്ധി വന്ന് വണ്ടി എടുക്കാനുള്ള. സോറി, പറ്റത്തില്ല. പോയ നമ്മുടെ ബാക്കിലൊന്നും ഇല്ല. ഇവിടെ ഇല്ല. ഊമ്പിയല്ലോ.
ഇല്ല 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 ഇല്ല. അടുത്ത വണ്ടി ബാക്ക് എടുത്തോ, വണ്ടി ബാക്ക് എടുത്തോ. ആ ഇടവഴി കൊണ്ട് കയറും. മാറാ മുന്നിൽ കയറി നിക്കാതെ. എരണം കെട്ട് നീ രക്ഷപ്പെടാൻ നോക്കുമ്പോ കറക്റ്റ് വരി കൊച്ചിനെ കൊണ്ട്. മാറ്. എടാ വണ്ടി ഇടുങ്ങി. മാറ് എല്ലാം മാറും. മാറാ. ഇടിച്ചിടിച്ചിടിച്ച് വണ്ടി ഉറങ്ങുന്നല്ലോ. വണ്ടി ഇടിച്ച്. ജോയൽ എണീക്ക്, ജോയൽ എണീക്ക് ജോയൽ. ചവിട്ട് നമുക്ക് ഓടാനുള്ളയാ. ഇവിടെയൊക്കെ മൊത്തം ആൾക്കാരെ. ഓ നൈസ് സേവ്. വാ രക്ഷപ്പെടണം, ഇവിടെ രക്ഷപ്പെടണം. വാ അങ്കിൾ ടോമി കവർ ചെയ്യും. വാ മോളെ പോവാ. ഓടിക്കോ. ബഹളം ഫുള്ള്. താണ്ടി ഇവിടെ ഞാൻ ഈ വഴിയല്ല, ഞാൻ ഇവിടെ വഴിക്കാരായിരത്തില്ല. ഇത് വഴി ഇത് വഴി പിള്ളേരൊക്കെ വരും. പെട്രോൾ പമ്പൊക്കെ പൊട്ടി. എടാ അങ്കിൾ ടോമി നീ കവർ തരാന്ന് പറഞ്ഞിട്ട് അങ്കിൾ ടോമി എവിടെ? കാണാനില്ല, അങ്കിൾ ടോമിയെ കാണാനില്ല ഏട്ടാ. അയ്യോ ഇതല്ലല്ലോ. ഏതാ വഴി പറ. എടാ വഴി ആ വഴിയല്ല. എല്ലാം കറക്റ്റ് വഴി. നമുക്ക് വഴി നേരെ ആക്കി തരാനാണ് കേട്ടോ ഈ വണ്ടി വന്നിങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന. നേരെ ഇരിക്കും. അപ്പൊ നേരെ പോവാം. പോലീസുകാര് നമുക്ക് പറയാം. കൊച്ചുണ്ടെന്നോ പോലീസുകാര്. ബോംബ് പൊട്ടുന്നേ. അയ്യോ അവിടെ മൊത്തം ഉണ്ട്. അങ്കിൾ ടോമി, ഇതല്ലേ ടോമി അങ്കിള്? തുറന്നോ. ഓടിയോ. ഞാൻ ആദ്യം പോണോ? നാറി ഈ കവറിടാന്നല്ലടാ പറഞ്ഞ എനിക്ക്. വാ എവിടെ? അയ്യോ ഞാൻ പറഞ്ഞു തന്നിട്ട് നീ കവറിടാൻ. കൊച്ചിനെ തൊടാൻ ഞാൻ ആരെയും സമ്മതിക്കൂലടാ. ഓടിക്കോ ജീവനെ കൊണ്ട് ഓടിക്കോ. തിരിഞ്ഞു നോക്കണ്ട പേടിയാ. നേരെ ചവിട്ടി അങ്ങ് ഓട്ടോടാ. ടാറ്റാ, നിങ്ങൾ വന്നാ മതി. അടച്ചോ. അങ്കിൾ ടോമി ഇപ്പൊ തൽക്കാലം ഇവിടെ എല്ലാരെയും പിടിച്ചു വയ്ക്കാൻ നമ്മുടെ അടുത്ത് ഹൈവേയിലോട്ട് വന്നാൽ മതി. അവിടെ കാണാമെന്ന് പറഞ്ഞേ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഞാൻ ഹൈവേ വരെ എത്തുന്നത്? താണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്നു വിട്ടി കൂശ്മാണ്ടങ്ങള്. അയ്യോ തിരിഞ്ഞു നോക്കിയ പേടിയാ. അയ്യോ ദാ വരുന്നു. മനുഷ്യനാണ് പ്രേതമാണെന്ന് കൊണ്ട് തിരിച്ചറിയാൻ പറ്റണില്ലല്ലോ. ദാ ഓടാ. സാർ വണ്ടി ഇടിച്ചിട്ടേക്ക. രക്ഷപ്പെടാം. വാ ഇത് വാവ്. ഓടിക്കോ. ഒന്നും നോക്കണ്ട ഓടി അങ്ങ് പോവാം. ഓ തളർന്നു തോന്നുന്നു. ഇല്ല അങ്കിൾ ടോമി അല്ലല്ലോ ഇത്. AK-47. ഓ നമ്മൾ സേഫ്. പോലീസുകാർ വന്നു കേട്ടാ രക്ഷിക്കാൻ. സോൾജറാ. നമ്മൾ ഇൻഫെക്റ്റഡ് അല്ല സാർ. അയാളുടെ വിചാരം നമ്മള് അവിടെ നിന്ന് ഓടി വന്നോണ്ട് നമ്മളെ ഈ സോംബി കടിച്ചിട്ടാണ് വന്നേന്നായിരിക്കും. അങ്കിൾ ടോമി വരും മോളെ, പേടിക്കണ്ട. ഇപ്പം വരും. ഡോണ്ട് വരി സാറേ. ബട്ടാ വെടിവെക്കില്ലേ? ഇല്ല. വേണ്ട. അയ്യോ ആർക്കോ വെടിയുണ്ടേ. അയ്യോ എനിക്ക് വെടിയുണ്ടേ. ഞാൻ ചത്ത് പിന്നെ. എനിക്ക് വെടി കൊണ്ടില്ല. അല്ല എനിക്ക് വയറിൽ കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചത്തു. ഇച്ചിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ സീൻ അവോയ്ഡ് ചെയ്യരുത് അങ്കിൾ ടോമി. എന്റെ മോള് അയ്യോ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു. എടാ അവൾക്കാടാ വെടി കൊണ്ടത്. അയ്യോ മര്യാദക്ക് എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നിരുന്ന എന്റെ മോളാണ്. എടുത്ത് ആശുപത്രി കൊണ്ടുപോടാ.
കൊച്ചിനെ കൊല്ലണ്ടായിരുന്നു. കണ്ട അവസാനം ആ കണ്ണിന്ന് ആ ഒരു ഐ ഡ്രോപ്പ് ഒക്കെ വീഴുന്ന കണ്ട അതുവരെ എന്ത് റിയലിസ്റ്റിക് ആണ് നോക്ക്. എന്റെ കൊച്ചു പോയല്ലോ. എന്നാലും ഇത്ര വരെ എടുത്ത് ഓടിയൊക്കെ ചെയ്തേ അത് വേസ്റ്റ് ആയി. ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1. സോ ഗെയിം ഇവിടെയാണ് സ്റ്റാർട്ട് ആയത്. ഓ ഇത് മറ്റേ ലാസ്റ്റ് ഓഫ് അസിന്റെ സീരീസ് തുടങ്ങുമ്പോഴിങ്ങനെ എഴുതി കാണിക്കുന്നേ. കുറെ പേര് 200 ആൾക്കാർ മരിച്ചെന്നൊക്കെ. സ്റ്റേറ്റ് ഓഫ് എമർജൻസി, 100 ഓഫ് ബോഡീസ് ലൈനിങ് ഓൺ ദ സ്ട്രീറ്റ്, അൺഎക്സ്പെക്ടഡ് ലേറ്റസ്റ്റ് വാക്സിനേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ എന്തോ ഒരു പാരസൈറ്റ് ആ സിറ്റി ഫുള്ള് സ്പ്രെഡായി. അതിനെ ക്യൂർ ചെയ്യാൻ വേണ്ടി WHO ഇറക്കിയ ഒരു വാക്സിൻ ഉണ്ടായിരുന്നു, അതും ഫെയിലായി. ഓക്കെ, അവിടുത്തെ എല്ലാ ആൾക്കാരും ഒരു സ്പെസിഫിക് സ്ഥലത്ത് കൊണ്ട് ക്വാറന്റൈൻ ഇരുത്താൻ പോവുക, പുറത്തിറങ്ങാതിരിക്കാൻ. റേഷൻ എല്ലാം അവർ തന്നെ കൊടുത്തോളാം. ഫയർഫ്ലൈസ് റെസ്പോൺസിബിൾ ഫോർ അറ്റാക്സ്. ഓക്കെ, സോ ഇത് ഫയർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ തമ്മിലുള്ള അടിയായിരിക്കും, കാരണം ആ ഓർഗനൈസേഷൻ ആണ് ഇപ്പം ഈ പാരസൈറ്റിനെ ഈ ഭൂമിയിലോട്ട് ഇറക്കി വിട്ടത്. അടിപൊളി. അപ്പം സോ ഗൈസ്, ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോകാം, കാരണം ഇനി അടുത്ത ഗെയിം പ്ലേ ആയിരിക്കും വരുന്നതാണ് എന്റെ വിശ്വാസം. നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. ജോയലല്ലേ? ഓ, 20 വർഷം കഴിഞ്ഞ കേട്ടോ ഇൻസിഡന്റ് ഒക്കെ നടന്നിട്ട്. How was your morning? Want one? No. ഇതാരാ? Some interesting news for you. ടെസ്. Where were you, Tess? ഓ, ഇതാണ് ടെസ് കേട്ടോ. Hey, വെസ്റ്റേൺ what did you ഡിസ്ട്രിക്ട്. to me? വേറെ ഡോക്ടർ മേ. ഓ, കഞ്ചാവാ. Well, you wanted to be left alone, remember? So I'll take one guess. The whole deal went south and the client made off with our pills. Is that about right? Deal went off without a hitch. Enough ration cards to last us a couple of months, easy. You want to explain this? I was on my way back here and I got jumped by these two assholes, all right? Yeah, they got a few good hits in. Look, I managed. സാധനം വിൽക്കാൻ പോയി അടി കിട്ടി, പക്ഷെ എങ്ങനെയൊക്കെ തിരിച്ചു വന്നു. Still with us. Let's find out who they were. Yeah, look, they were a couple of nobodies. They don't matter. What matters is that Robert fucking sent them. He knows they were after him. ഓ, അപ്പൊ റോബർട്ട് എന്ന് പറഞ്ഞ ആളെ കോഡ് ചെയ്ത് തേച്ചു. റോബർട്ട് ഇവരിങ്ങനെ എന്തോ സാധനം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ഒറ്റി കൊടുത്തു ആർക്കോ. അപ്പൊ നമ്മളിനി അയാളെ കണ്ടുപിടിക്കാൻ പോയിരിക്കും റോബർട്ടിനെ. Warehouse in Area 5. Can't say for how long though. I'm ready now. I'm ready now. So, okay. ഓ, ഇതാണ് ആ ക്വാറന്റൈൻ ഏരിയ കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, എല്ലാവരും അവരവരുടെ ക്വാറന്റൈൻ ഏരിയയിലോട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നു. സോ അതാണ് ഈ സ്ഥലം. സോ അപ്പൊ ഗൈസ്, ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുവാണ്. ഇതിന്റെ അടുത്ത വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.